ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ പല തീവ്ര സംഘടനകളും ഇന്ന് ഇതിനെ എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒന്ന് PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത് കാവ്യവൽക്കരണമാണ് എന്നുള്ളതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ എതിർക്കുന്ന അത് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാവട്ടെ, അതല്ലെങ്കിൽ ഈ സമസ്ത പോലുള്ള സംഘടനകളാകട്ടെ, കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളാകട്ടെ, ഇവർ നടത്തിയൊരു ഏറ്റവും തെറ്റായിട്ടുള്ളൊരു പ്രചരണങ്ങളിലൊന്ന് ഇപ്പം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ സംഘപരിവാറിനും ഭയമാണ്, അതുകൊണ്ട് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യാവസ്ഥ മറ്റു മാധ്യമങ്ങൾ പറയണ്ടേ? കാരണം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പാഠപുസ്തകങ്ങളിൽ നിന്നും സംഘപരിവാറും കേന്ദ്ര സർക്കാരും മാറ്റുകയാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ടാണ്. ആ സത്യം മറച്ചു പിടിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നത് കേരളത്തിലെ മറ്റു മാധ്യമങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മളിത് പറയുന്നു, ജനൻ TV ഇത് പറയുന്നുണ്ടാകും. മറ്റു മാധ്യമങ്ങൾ ഈ കള്ളപ്രചരണത്തെ എതിർക്കാൻ തയ്യാറാകട്ടെ. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ സംഘപരിവാർ എന്തിനാണ് ഭയക്കുന്നത്? അത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം പഠിക്കുന്ന ഒരു കാര്യമാണ്. അത് 7ാം ക്ലാസ്സിൽ തറവായി പഠിക്കുന്നത് കൊണ്ടാണ് അത് 9ാം ക്ലാസ്സിൽ നിന്ന് മാറ്റിയത്. പിന്നെ ഇവർ പറയുന്നൊരു കാര്യം മുഗളന്മാരെ പറ്റി കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല എന്ന്. അതിനെപ്പറ്റി ഇവിടെ ശ്യാം സൂചിപ്പിച്ചു കഴിഞ്ഞു. മുഗളന്മാരെ പറ്റി എന്താണ് പോസിറ്റീവായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം മുഗളന്മാരെന്ന് പറയുന്നത് ബേസിക്കലി അവർ കൊള്ളക്കാരാണ്, നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നതാണ്. അത് ബാബർ ആണെങ്കിലും ശരി, അക്ബർ ആണെങ്കിലും ശരി, ഏത് ഔറംഗസേബ് ആണെങ്കിലും ശരി, കൊള്ളക്കാരാണ്. ഈ രാജ്യത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ വന്നവരാണ്. ഇവിടെ ജസിയ ഏർപ്പെടുത്തി ഹിന്ദുക്കൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയവന്മാരാണ്. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഹൈന്ദവ സമൂഹത്തിന് ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഇവനൊക്കെ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞവനാണ് ഔറംഗസേബ്. ഇവനൊക്കെ കൊള്ളക്കാരാണ്, കള്ളന്മാരാണ്. ഇവരെ പറ്റിയൊക്കെ ചരിത്ര പുസ്തകത്തിനകത്ത് നല്ലത് പഠിക്കണോ ഈ നാട്ടിൽ വളർന്നു വരുന്ന തലമുറ? ഒരു കാരണവശാലും നടക്കില്ല. അപ്പോൾ മുഗൾ പാഠപുസ്തകങ്ങൾ മുഗളന്മാരുടെ ഭാഗങ്ങൾ മാറ്റുകയല്ല, മുഗളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന അധിനിവേശ ശക്തികളും ഈ നാട്ടിൽ കാണിച്ച കൊള്ളുവില്ലാഴിക ഇവിടെ ഇനിയുമെങ്കിലും ജനിച്ചു വളർന്ന കുട്ടികൾ പഠിക്കട്ടെ. കാരണം നമ്മളൊക്കെ പഠിച്ചത് ബാബർ ദ ഗ്രേറ്റ് എന്നും അക്ബർ ദ ഗ്രേറ്റ് എന്നും ഔറംഗസേബ് എന്തോ പുണ്യവാളനാണെന്നൊക്കെയാണ്. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടിൽ വന്ന് ഇവിടെ ക്ഷേത്രങ്ങൾ തകർത്ത, ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോയ, സോമനാഥ ക്ഷേത്രം 17 തവണ തകർത്ത ആളുകളെ പറ്റി എന്ത് പോസിറ്റീവ് പഠിക്കാനാണ്? പോസിറ്റീവ് പഠിക്കേണ്ട, ഇവനൊക്കെ ക്ഷേത്രം തകർത്തതാണെന്ന് പഠിക്കണം. അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ തിരുത്തൽ വരുന്നുണ്ട്. മുഗളന്മാരെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ മുഗളനൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്നതിനെ പറ്റി പഠിപ്പിക്കുകയാണ്. ഇനി ഇവർ പറഞ്ഞ മറ്റൊരു വാദം ഞാൻ പറയാം. ഗാന്ധിവാദത്തെ പറ്റി കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല എന്നതാണ് പറയുന്നത്. ഗാന്ധിവാദത്തെ പറ്റി വസ്തുതാനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ പോവുകയാണ്. കപൂർ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് പറയുന്നത് എന്ന് ഇനിയും കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോവുക. ഇതുവരെ ഇവരെന്താണ് ഗാന്ധിവാദത്തെ പറ്റി കേട്ടെങ്കിൽ പഠിക്കുന്ന മുഴുവൻ RSS. ഇങ്ങനെ ഗാന്ധിവാദവും RSSുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഗാന്ധിവാദവുമായിട്ട് RSSന് ബന്ധമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ RSSനെ നിരോധിച്ച ജവഹർലാൽ നെഹ്റു പിന്നെന്തിനാ ഈ നിരോധനം പിൻവലിക്കുന്നത്? മനസ്സിലായില്ലേ? ഇത് ഏതെങ്കിലും വാഴക്കൊലം ഒട്ടിച്ച കേസല്ലല്ലോ, രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന കേസല്ലേ. ആ കേസുമായിട്ട് RSSന് ബന്ധമുണ്ടെങ്കിൽ ഈ നിരോധനം നടപ്പാക്കിയ നെഹ്റു എന്തിനാണ് പിന്നെ ഈ നിരോധനം പിൻവലിച്ചത്? അപ്പോൾ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് RSSന് ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും ഗോഡ്സെ എന്തിനാണിത് ചെയ്തതെന്നും ഗോഡ്സെയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ആരാണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പുതിയ തലമുറ പഠിക്കാൻ പാടില്ല. അവരെല്ലാ കാലത്തും ഇങ്ങനെ RSS ആണ് ഇത് ചെയ്തതെന്ന് ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി വരച്ചു കാട്ടുന്ന, പുതിയ തലമുറയെ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിനെ ആരാ എതിർക്കുന്നത്? അത് നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ ഈ നാട്ടിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അറിയാൻ പാടില്ല, ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രം അറിയാൻ പാടില്ല എന്ന് കരുതുന്ന, അത് സമസ്ത ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഈ കൂട്ടരൊക്കെ ഇതിനെ എതിർക്കും. അത് സ്വാഭാവികമാണ്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമെന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതി ഒരുപാട് നല്ല വിദ്യാലയങ്ങളെ രൂപപ്പെടുത്തുന്നതാണ്, കൊച്ചു കുട്ടികളുടെ ഭാവിയെ ശോഭനമാക്കുന്നതാണ്. ആയിരക്കണക്കിന് മാതൃകാ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ട് വരികയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് തുരങ്കം വയ്ക്കുകയാണ് ഇവരുടെ ഈ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. നമുക്ക് കിട്ടേണ്ട പദ്ധതിയെ തുരങ്കം വെച്ച് ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണെന്നാണ് എനിക്ക് ആദ്യം പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിർത്താം. അതായത് ഇത് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അതായത് ഒന്ന്, ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇവർ പറയുന്ന പ്രചരണങ്ങൾ വെള്ളം തൊടാതെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഒന്ന്, നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ എനിക്കറിയാം, എൻ്റെ പഞ്ചായത്തിൽ തന്നെ പല സർക്കാർ സ്കൂളുകളിലും ഉച്ചക്കഞ്ഞി മുടങ്ങാതെ ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ അധ്യാപകർ പോക്കറ്റിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ, സർക്കാരിൻ്റെ പൈസ കൃത്യമായിട്ട് അവിടെ എത്തുന്നില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടുന്നത്.
SC/ST വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള യൂണിഫോം എല്ലായിടത്തും കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. എല്ലാ 3 മാസം കൂടുമ്പോഴുള്ള അധ്യാപകർക്കുള്ള പരിശീലന ക്ലാസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ഇതൊന്നും നടക്കുന്നില്ല, ഒന്നുമില്ല. ഇപ്പോഴും കേരളത്തിലെ പല സ്കൂളുകളിലും പെൺകുഞ്ഞുങ്ങൾ പോകുന്ന ശുചിമുറിക്ക് കൃത്യമായ അടച്ചുറപ്പുണ്ടോ? ഇല്ല. ഒരു കുട്ടി അകത്ത് പോകുമ്പോൾ മറ്റൊരു കുട്ടി പുറത്ത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ പദ്ധതി എന്ന് പറയുന്നത് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്, അത്യാധുനികമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. അതായത് ഏതാണ്ട് 27,360 കോടി രൂപ 5 വർഷത്തേക്ക് സർക്കാർ തരികയാണ്. കേന്ദ്ര സർക്കാർ 60%, സംസ്ഥാനം 40% ഇട്ടിട്ട്. അപ്പം ഈ പദ്ധതി വേണ്ടാന്ന് പറയുന്ന ആളുകൾ, നമ്മളിപ്പോൾ പറഞ്ഞ അത്തരം വലിയ ദുരിതങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാറി അതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. അതിന് തുരങ്കം വെക്കുകയാണ് ഈ അജണ്ട, രാഷ്ട്രീയ അജണ്ട വെച്ചിട്ട്. അപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഇത് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ ഈ സമസ്തയെന്നും ഈ പറഞ്ഞ് ഈ തുരങ്കം വയ്ക്കാൻ വരുന്ന ആർക്കും ആ സമയത്ത് മാപ്പ് കൊടുക്കില്ല. അന്ന് പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഘട്ടമുണ്ട്.